ഹലോ, ഇന്ന് ഷർട്ടിൻ്റെ കോളർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നും അതെങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഷർട്ടിൻ്റെ കോളർ ഒട്ടിച്ച തുണി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ മേലെ ഭാഗത്ത് കോളറിൻ്റെ ഭാഗത്ത് ആദ്യം തയ്യൽ തുമ്പ് വേണമെന്നില്ല. അതിനുശേഷം ഈ കോളറിൻ്റെ ഭാഗം എടുക്കുക. ആദ്യം അതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടത്. അതിതാ ഇതുപോലെ ഇത് രണ്ട് തുണി ഉണ്ടാവും, അടിയിലൊരു എക്സ്ട്രാ തുണിയും കൂടി ഉണ്ടാവും. അത് രണ്ടും ചേർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കോർണറിലെത്തുമ്പോൾ നമുക്ക് കോർണർ നല്ല ഷാർപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നമുക്കൊരു നൂല് ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു കഷ്ണം നൂലെടുത്തിട്ട് രണ്ട് തുണിൻ്റെ ഇടയിൽ കൂടെ കയറ്റിയിട്ട് സൂചിയിൽ കുടുക്കി വെക്കുക. ഇതേപോലെ വെച്ചതിന് ശേഷം സൂചി ഒറ്റ സ്റ്റിച്ച് തിരിച്ചെടുക്കുക. അതിനുശേഷം ആ നൂല് രണ്ടും ഉള്ളിലേക്ക് വലിച്ച് ഇതുപോലെ വെക്കുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ബാക്കി കൂടി സ്റ്റിച്ച് ചെയ്യുക. ക്യാൻവാസിൽ കയറി പോകരുത് സ്റ്റിച്ച്. ഇതുപോലെ തന്നെ അടുത്ത കോർണറിൽ നമുക്ക് നൂലിട്ട് കുടുക്കി വെക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കോർണർ ഭാഗങ്ങൾ നല്ല ഷാർപ്പായിട്ട് കിട്ടും, മറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം തുമ്പ് ചേർത്ത് വെട്ടി കൊടുക്കണം. വളരെ കുറഞ്ഞ തയ്യൽ തുമ്പ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. ബാക്കി ചേർത്ത് കട്ട് ചെയ്ത് കളയണം. അതിന് ശേഷം നമുക്കിത് മറിച്ചെടുക്കാം. ഈ സൈഡിലും അതുപോലെ തന്നെയാണ്. മറിച്ചെടുക്കുന്നതിന് മുന്നേ കട്ട് ചെയ്യാണ് കുറേയും കൂടി ഈസി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത്. മറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പോൾ ക്യാൻവാസ് കാണുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഒരു 1/4 ഇഞ്ച് മാത്രം തയ്യൽ എക്സ്ട്രാ തുണി വിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ മറിച്ചിട്ട് ഈ ഒരു നൂല് ഒരിക്കലും പിടിച്ച് വലിക്കരുത്. രണ്ട് നൂലും കൂടി പിടിച്ച് വലിക്കണം. അല്ലെങ്കിൽ ഒറ്റ നൂല് പിടിച്ച് വലിച്ചു പോയാൽ അത് ഊരിപ്പോരും. അത് ശ്രദ്ധിക്കുക. ഈ രണ്ട് നൂല് ഒരുമിച്ച് ഇതുപോലെ വലിച്ചാൽ ആ കോർണർ ഭാഗം നമുക്ക് നല്ല ഷാർപ്പായിട്ട് കിട്ടും. അപ്പോൾ നല്ല വൃത്തിക്കിത് മറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു 1/4 ഇഞ്ച് അകലത്തിൽ അതിൻ്റെ ചുറ്റുഭാഗം തയ്ച്ചെടുക്കണം. ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് തുണി വലിച്ച് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ കറക്റ്റായിട്ട് മറിച്ചെടുത്ത ഭാഗം കറക്റ്റായിട്ട് വരില്ല. നമ്മൾ തുണി നല്ലോണം ശ്രദ്ധിച്ച് വലിച്ചു പിടിക്കണം. അങ്ങനെ 4 ഭാഗം ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി കോളർ അറ്റാച്ച് ചെയ്യാനുള്ള നെക്ക് ഭാഗം എങ്ങനെ തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നെക്കിൻ്റെ താഴെ ഭാഗം ആദ്യം നമുക്കിതൊന്ന് കറക്റ്റായിട്ട് തുണി വെട്ടി കൊടുക്കുക. അതിൻ്റെ ആ ഒരു ഷേപ്പിന് തന്നെ കറക്റ്റായിട്ട് തുണി വെട്ടി കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കി വെട്ടിക്കളയുക. അതിന് ശേഷം താഴെ ഭാഗം ഒരു പീസ് എടുത്തിട്ട് ക്യാൻവാസ് ഒട്ടിച്ച പീസ് മാത്രം എടുത്തിട്ട് താഴെ ഭാഗം ഇതേപോലെ മടക്കി അടിച്ചു കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ തയ്ച്ചെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനായിട്ട് ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം ഞാൻ മടക്കി പിടിക്കുകയാണ്. എന്നിട്ട് വേണം സെൻറ്റർ കണ്ടുപിടിക്കാൻ. ഇതുപോലെ നമ്മൾ സെൻറ്റർ കണ്ടുപിടിച്ചു. അതിനുശേഷം എക്സ്ട്രാ ആ തുണിയിലും കൂടി കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെയും കൂടി സെൻറ്റർ മാർക്ക് ചെയ്യുകയാണ്.
അതിൻ്റെ മുന്നേ നമുക്കിതുപോലെ തന്നെ മേലെ ഭാഗത്തുള്ള തയ്യൽ തുമ്പും കൂടി വെട്ടി ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനെ വെട്ടുന്ന സമയത്ത് താഴത്തേക്ക് ആ ക്യാൻവാസ് ഒട്ടിക്കാത്ത തുണി താഴത്തേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പാകത്തിനുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇതുപോലെ ഇനി അതിൻ്റെ സെൻറ്റർ കൂടി മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ തയ്ച്ച് വെച്ച കോളർ എടുത്തു. കോളറിൻ്റെ ക്യാൻവാസ് ഒട്ടിച്ച ഭാഗമാണ് മേലോട്ട് വെക്കേണ്ടത്. അതിൻ്റെ മുകളിലായിട്ട് ഈ ക്യാൻവാസിൻ്റെ ഏറ്റവും അടിയിൽ നെക്കിൻ്റെ ക്യാൻവാസ് ഇല്ലാത്ത തുണി. അങ്ങനെ അതിനുശേഷം നമ്മളിതുപോലെ നടുവിന്നാണ് തുടങ്ങേണ്ടത്. നടുവിൽ കെട്ടിടുക. അതിനുശേഷം കറക്റ്റായിട്ട് കുറേശ്ശെ പിടിച്ചു കൊടുത്ത് വേണം തയ്ച്ചെടുക്കാൻ. ഇതിൻ്റെ ഷേപ്പ് ഈ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ അത് നേരെ നമുക്ക് തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ പിടിച്ചു കൊടുത്ത് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നെക്കിൻ്റെയും കോളറിൻ്റെയും ഷേപ്പ് ആ വൃത്തിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞു. മാക്സിമം തയ്യൽ തുമ്പ് ഒഴിവാക്കണം, എന്നാലേ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി അതുപോലെ തന്നെ തിരിച്ച് മറ്റേ വശം കൂടി അറ്റാച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തയ്ച്ച് ഇറക്കുക. ഇവിടെയും തയ്യൽ തുമ്പ് വെട്ടി ഒഴിവാക്കുക. അതിനുശേഷം നമുക്ക് നെക്ക് മറിച്ചെടുക്കാം. അപ്പോൾ കോളർ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇങ്ങോട്ടേക്ക് വലിച്ച് പിടിച്ചിട്ട് നമ്മുടെ താഴെ വരുന്ന അറ്റാച്ച് ചെയ്യേണ്ട ആ തുണി നമുക്ക് ഇതുപോലെ തന്നെ നീങ്ങി കിട്ടാൻ വേണ്ടി നമ്മളിത് വലിച്ച് പിടിച്ചിട്ട് അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം, മറിഞ്ഞ് നല്ല വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഞാൻ ആ വലിച്ച് പിടിക്കാത്ത ഭാഗം കണ്ടില്ലേ, അവിടെ എക്സ്ട്രാ തുണി ഇങ്ങോട്ട് വരുന്നില്ല. ഈ തുണി ഇങ്ങോട്ടേക്ക് കയറി നിൽക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് വേണം ഇവിടെ ഈ പ്രസ് അടി കൊടുക്കാൻ. അതുപോലെ തന്നെ ആ നടുവിലുള്ള നമ്മൾ അറ്റാച്ച് ചെയ്ത സ്റ്റിച്ചിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ആ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ നന്നായിട്ട് കണ്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. കണ്ടില്ല, ഞാൻ ആ അടിയിലുള്ള തുണി നന്നായിട്ട് വലിച്ചു പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നൂലെന്തോ പൊട്ടിപ്പോയി. ഇവിടെ കൊടുന്നിട്ട് നിർത്തണം. നമ്മുടെ കോളറിൻ്റെ ആ ഒരു ഭാഗത്ത് കൊടുന്നിട്ട് നിർത്തണം. അറ്റം വരെ തയ്ക്കുന്നില്ല ആ സ്റ്റിച്ച് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കോളറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. എല്ലായിടത്തുമുള്ള നൂലൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുക. അതിനുശേഷം കറക്റ്റ് ആ കോളറിൻ്റെ ഇത് വരുന്നിടത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ശേഷം ഷർട്ട് എടുത്തു. ഷർട്ടിൻ്റെ ബാക്കി മുഴുവനും തയ്ച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മൾ കഴുത്ത് വെച്ച് നോക്കി. അപ്പോൾ കഴുത്തകലും കോളറും വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെട്ടി കളയേണ്ടതുണ്ട്. വെട്ടി കഴുത്തൊന്ന് വലുതാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് വെട്ടി അതിന് അളവ് പാകമാക്കി എടുക്കുകയാണ്. കുറച്ച് കഴുത്തകലും കോളറും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴുത്ത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് ആ കോളറിൻ്റെ അളവിനെ കറക്റ്റാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഷർട്ടിൻ്റെ നെക്കിൽ
സെൻറ്റർ മാർക്ക് ചെയ്തു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിച്ച് വേണം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷർട്ടിൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുക. അതുപോലെ ആദ്യം നമ്മളിതുപോലെ സെൻറ്റർ വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഷർട്ടിൻ്റെ വലതുഭാഗം ആ ഭാഗത്ത് ഇതുപോലെ കറക്റ്റ് പിടിച്ചിട്ട് അവിടെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുന്ന സമയത്ത് കയറി ഇറങ്ങി വരാം. ആ ഒരു ചാൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ലോക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അവിടെ ലോക്ക് ഇട്ടതിന് ശേഷം നോർമലി ഇടതുഭാഗത്തുനിന്ന് ഷർട്ടിൻ്റെ ഇടതുഭാഗത്തുനിന്ന് നോർമലി നമ്മൾ തയ്ച്ച് വരുന്ന പോലെ തന്നെ കോളർ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് തയ്ച്ച് വരാം. ഫസ്റ്റിൽ നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ കോളർ ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ. ആ സമയത്ത് നമ്മൾ തയ്യൽ തുമ്പ് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ കോളർ നീളത്തിൽ അങ്ങനെ വരച്ചിട്ടത്. ആ വരയിലൂടെ കറക്റ്റായിട്ട് അടിച്ച് വന്നാൽ മതിയാവും. കോളർ തയ്ക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് നല്ല ശ്രദ്ധിച്ച് തന്നെ തയ്ച്ചെടുക്കണം അറ്റാച്ച് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് ചുളിവുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നന്നായി ശ്രദ്ധിച്ച് തന്നെ തയ്ച്ചെടുക്കുക. ഇപ്പോൾ അറ്റാച്ച് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ തുണി ഒന്ന് ഫ്രീ ആയി കിട്ടും. നമുക്ക് മറിച്ചടിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് ഈസി ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഇത് മറിച്ചെടുത്തു. മറിച്ച് ഇനി നമുക്ക് ചുറ്റും കോളറിൻ്റെ നെക്കിൻ്റെ ചുറ്റുഭാഗത്തൊന്ന് തയ്ച്ചു കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് തുടങ്ങുക ഒരിക്കലും അറ്റത്തു നിന്നല്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വന്ന അവിടെ നിന്നാണ് ഇപ്പോൾ സ്റ്റിച്ച് തുടങ്ങിയിട്ടുള്ളത്. അവിടുന്ന് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നമ്മളെ കയ്യിൽ ഇതുപോലെ ഇപ്പോൾ ഞാൻ ഈ നൂല് കട്ട് ചെയ്യുന്ന ആ കട്ടറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് തുണി നന്നായിട്ട് നീറ്റാക്കി വെച്ച് കൊടുക്കണം. നമ്മൾ കൈ കൊണ്ട് ചില സമയത്ത് വെക്കുമ്പോൾ ഒന്നെങ്കിൽ നല്ലോണം അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ തള്ളിപ്പോകും. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചാൽ നമുക്ക് നല്ല ഷാർപ്പായിട്ട് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ വന്ന് അതുപോലെ തന്നെ തിരിച്ച് നെക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചെടുക്കാം. ഇങ്ങനെ തയ്ക്കുന്ന സമയത്താണ് നമ്മൾ നെക്കിൻ്റെ ആ നെക്കും കോളറും കൂടി അറ്റാച്ച് ചെയ്ത ഭാഗം പ്രസ് ചെയ്ത് പോവുക. അങ്ങനെ ഈ ഭാഗവും കൂടി നമ്മൾ നല്ല ശ്രദ്ധിച്ച് ചെയ്ത് കൊടുത്താൽ കോളർ അറ്റാച്ചിങ്ങും കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ വേണം. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ഒക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ കോളർ കംപ്ലീറ്റായി സ്റ്റിച്ച് ചെയ്ത് ഷർട്ടിൽ നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കൂ. സംഭവം ഈസിയാണ്. താങ്ക് യു.